ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി ഒഴിയാത്ത മഹാസഖ്യം. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ മഹാസഖ്യത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പരസ്പരം മത്സരിക്കാനുള്ള തീരുമാനം മഹാസഖ്യത്തിന് ഗുണം ചെയ്യില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. വിനിത വിജി ബീഹാറിലെ പട്നയിൽ നിന്ന് ചെയ്യുന്നു. വിനിത, ഈ പറഞ്ഞതുപോലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇങ്ങ് എത്തി, പക്ഷേ ഇപ്പോഴും മഹാസഖ്യത്തിൽ ധാരണയായിട്ടില്ല. എന്താണ് പ്രധാന കല്ലുകടിയായ സഖ്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്? സുഹേൽ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നത്. അതിൽ ഏറ്റവും ഒരു കല്ലുകടി എന്ന് പറയുന്നത് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസും ഒപ്പം തന്നെ ഇടതു പാർട്ടികളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഈ ചില സീറ്റുകൾ ഇടതു പാർട്ടികൾക്ക് ചില മേഖലകളിലൊക്കെ സീറ്റുകൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില മേഖലകളിലെ ചില മണ്ഡലങ്ങളിൽ RJD ആവശ്യപ്പെടുന്ന സീറ്റുകളിൽ തന്നെയാണ് കോൺഗ്രസും ആ മണ്ഡലങ്ങളിൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ധാരണകൾ ആകാത്തതാണ് ഇത്തരത്തിലേക്കുള്ള ചർച്ചകളും ഒപ്പം തന്നെ അതൃപ്തിയും ഒക്കെ തന്നെ നീളുന്നത്. മഹാസഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘട്ടമാണ്. സംസ്ഥാനത്തിന്റെ ഭരണം തിരികെ പിടിക്കാം എന്ന തരത്തിലേക്കുള്ള ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് സഖ്യത്തിനുള്ളിൽ തന്നെ ഈ അതൃപ്തിയും ഒപ്പം തന്നെ ഈ പ്രതിസന്ധിയും ഒക്കെ തന്നെ പുകയുന്നത്. ഇന്നലെ ഏറെ വൈകിയും നേതാക്കളൊക്കെ തന്നെ ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സീറ്റുകളിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന പോലെ 7 മുതൽ 8 വരെയുള്ള സീറ്റുകളിലൊക്കെ RJDയും ഒപ്പം കോൺഗ്രസും ഒക്കെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നൊരു സാഹചര്യമുണ്ട്. മഹാസഖ്യത്തിലെ നേതാക്കൾ സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. പക്ഷേ എങ്കിൽ പോലും ആ അഭിപ്രായം പരിഗണിക്കാതെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന സീറ്റിൽ തന്നെ RJD സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഒപ്പം തന്നെ ബെഗുസരായിലെ ബച്വാരയിൽ CPIയുടെ സ്ഥാനാർത്ഥിയുണ്ട്. CPIയുടെ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് അവിടെയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഒരു മറുപടി എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സൗഹൃദ മത്സരം 10 മണ്ഡലങ്ങളിൽ നടത്തുമെന്നുള്ളതാണ്. പക്ഷേ സൗഹൃദ മത്സരത്തിന് പുറമെ ഇപ്പോൾ മഹാസഖ്യം തകർന്നു എന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങളാണ് ഇതിനോടകം NDA ക്യാമ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതാണെങ്കിലും മഹാസഖ്യത്തിലുണ്ടാകുന്ന ഈ അതൃപ്തി ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDAയും ഉള്ളത്. NDA സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ 2 ഘട്ടങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യഘട്ട പ്രചരണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഈ മാസം 24-ന് പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹം സമസ്താപൂരിലും ബെഗുസരായിലും 2 റാലികളിൽ പങ്കെടുക്കുന്നതോടുകൂടി വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് NDAയുടെ പ്രചരണം കൂടുതൽ ശക്തമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.